ഈ പത്തനംതിട്ടയിലുണ്ടായ അപകടം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ സംഭവമാണ്. കുടുംബത്തിൽ നിന്ന് 4 വ്യക്തികൾ ഒരുമിച്ചൊരു അപകടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രാഥമികമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആ റൂട്ടിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നത് ശബരിമല സീസണാണ്. ആയിരക്കണക്കിന് വണ്ടികളാണ് അതിൽ കടന്നിട്ടുള്ളത്. വളരെ അവരവർ സൂക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഉറക്കം വന്നാൽ ഉറങ്ങുക എന്നുള്ളൊരു ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാകണം. പക്ഷേ ആ വീടിനോട് അടുത്തെത്തിയിട്ടാണ് ഈ അപകട സമയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്നതാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, 7 കിലോമീറ്ററുള്ളൂ, വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം എന്ന് കരുതി കാണും. അതായിരിക്കും അപകടത്തിൻ്റെ കാരണം. പക്ഷേ ഇത് ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ പോലീസിൻ്റെയും വിലയിരുത്തുന്നത്. വളരെ ദുഃഖകരമായി പോയി. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ, ഇപ്പം പാലക്കാട് നടന്ന അപകടം കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല, അത് അപകടകരമായ ഒരു പ്രശ്നമായിരുന്നു. അതല്ലാതെ മറ്റ് സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നു. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചിരുന്നു. ഇക്കാര്യം നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ഡ്രൈവ് നടത്താൻ നമ്മൾ ശ്രമിക്കും. ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, നന്നായി ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കണം. KSRTC തന്നെ ഞങ്ങൾ ഈ ജീവനക്കാർ കിടക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളുണ്ട്. തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്നു, പാലക്കാട് ഉദ്ഘാടനം ചെയ്തു, കരുനാഗപ്പള്ളിയിൽ വന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡോക്ടർമാരും മറ്റ് വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് ഡ്രൈവർ നന്നായി ഉറങ്ങണം, ഉറങ്ങിയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാവൂ എന്നുള്ള അപകടം കുറയ്ക്കാനുള്ള മാർഗ്ഗം. പ്രത്യേകിച്ച് രാത്രി ഒരു 3 മണി മുതൽ ഒരു 7 മണി വരെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയം. ആ സമയത്താണ് നമ്മൾ ഏറ്റവും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്. അതിരാവിലെ 7 മണി വരെ ഉള്ള സമയം വളരെ ശ്രദ്ധിക്കണം. പിന്നെ റോഡുകൾ നന്നാകുന്നു നമുക്ക് കുറ്റം, റോഡ് നന്നാകുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ ആരോപണം ഉണ്ടായത്. ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ നമ്മളതിനെ കുറ്റം പറയേണ്ടതില്ല. അതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി ഇപ്പോൾ പാലക്കാട് സംഭവിച്ചതുള്ള റോഡിൻ്റെ ഒരു അപാകത അത് പരിഹരിക്കുന്നു. ഉന്നൂർ മൂവാറ്റുപുഴ റോഡ് വളരെ വർഷങ്ങൾ തകർന്നു കിടന്ന റോഡാണ്. അവിടുത്തെ MLA ദിനേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ വർഷങ്ങളായി തകർന്നു കിടന്ന റോഡാണ്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിൽ ആ റോഡ് മനോഹരമായി പുനർനിർമ്മിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധയോടെ ഓടിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാലും ഞാൻ പറയുന്നത്, നിങ്ങളും ശ്രദ്ധിച്ച് നോക്കുക. ഈ 2 വരി ഇപ്പം MC റോഡ് നല്ല റോഡാണ്. ആ റോഡിൽ നടുവിലൊരു ലൈൻ ഇട്ടിട്ടുണ്ട്. പലരും വണ്ടി ഓടിക്കുന്ന ആ ലൈനിൽ കൂടെ, ആ ലൈൻ ഇട്ടിരിക്കുന്നത് ലൈനിൻ്റെ ഇരുവശവും അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല ലൈനിൽ കൂടെ ഓടിക്കാനല്ല. ലൈനിൽ കൂടെ ഓടിക്കണം. നേരത്തെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ലൈനിലൂടെ അല്ല ഓടിക്കേണ്ടത്, ലൈനിൻ്റെ ഇരുവശവും മാറി ഓടണം. ലൈനിൽ നിന്ന് 1 മീറ്ററെങ്കിലും മാറി ഓടണം. ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാവരും ലൈനിലൂടെ വെച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ശബരിമല സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികളും അശ്രദ്ധമായി ഈ ലൈനിൻ്റെ റൈറ്റ് കയറി വരണം. വളവൊക്കെ തിരിയുമ്പോൾ ലൈനിൻ്റെ വലതുവശം കയറി വരിക, റോങ് സൈഡിലേക്ക് കയറാണ് വളവ് തിരിയും. ഈ ലൈനിനെ അവർ ശ്രദ്ധിക്കുന്നില്ല. വളവ് വരുമ്പോൾ അവർ എളുപ്പത്തിൽ വലത്തോട്ടങ്ങ് തിരിയാണ് എല്ലാ വണ്ടികളും. അത് ചാനലുകൾ, ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് അത് വീഡിയോയിൽ എടുക്കണം. മറ്റ് കാറുകൾ, എതിരെ വരുന്ന കാറുകളിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പലരും റോങ് സൈഡിലാണ് വരുന്നത്. അപകടം നമ്മൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോവുകയോ പെട്ടെന്നൊരു റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. വളരെ എല്ലാവരും മിക്കവാറും ഭൂരിപക്ഷം വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാമറ വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കുക. ഓപ്പോസിറ്റ് വരുന്നവർ MC റോഡിലായാലും ശരി, ഉള്ളൂർ മൂവാറ്റുപുഴ റോഡിലാണ് നടുവിൽ ലൈൻ ഇട്ടിട്ടുണ്ട്. ഈ ലൈനിലൂടെ വരും, അല്ലെങ്കിൽ ലൈനിൻ്റെ റൈറ്റ് കയറി വരും. അത്ഭുതകരമായിട്ട് പലപ്പോഴും നമ്മൾ രക്ഷപ്പെടുക. അതിലേറ്റവും കൂടുതൽ ഒരു പ്രശ്നമുണ്ടാക്കുന്ന ട്രാൻസ്പോർട്ട് വണ്ടികളാണ്. ഏറ്റവും കൂടുതൽ നടുവിൽ കൂടി അവർക്കും പങ്കുണ്ട്. അവർക്കും കർശനമായ ട്രെയിനിങ് കൊടുക്കണം. പ്രത്യേകിച്ച് സ്വിഫ്റ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ വളരെ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് പരിശീലനം നൽകും. പരിശീലനത്തിന് വഴങ്ങാത്ത ഒഴിവാക്കും. ഇത് സ്വിഫ്റ്റ് സർവീസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. KSRTC ബസ്സുകളൊക്കെ ഞങ്ങൾ താരതമ്യം ചെയ്ത് നോക്കും. മരണം സംഭവിക്കുന്നതില്ലെങ്കിലും മരണവും സംഭവിക്കുന്നുണ്ട്. പക്ഷേ മരണം സംഭവിക്കുന്ന സംഖ്യ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ KSRTC ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഭൂരിപക്ഷവും സ്വിഫ്റ്റ് ബസ്സുകൾ ഓടിക്കുന്നതാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാർക്ക് ഇന്നലെ തൃശ്ശൂർ വെച്ചും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ ട്രെയിനിങ്ങിന് പോവുകയും കൃത്യമായി നിയമം പാലിച്ച് വണ്ടി ഓടിക്കുകയും ചെയ്തില്ലെങ്കിൽ അവരെ ഒഴിവാക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.